പഞ്ചായത്തിലെ അമ്പലക്കണ്ടിയിൽ നിർമ്മാണം പൂർത്തീകരിക്കാത്ത പാലം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ. ആറളം പഞ്ചായത്തിലെ അമ്പലക്കണ്ടിയിൽ നിന്നും ആറള ഫാമിലേക്ക് കടക്കുന്നതിനായി 2018 നിർമ്മാണം ആരംഭിച്ച പാലത്തിന്റെ പ്രവൃത്തി ഇതുവരെയും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. 2019 പ്രളയത്തിൽ പാലത്തിനായി നിർമ്മിച്ച തൂണുകൾ തകരുകയും ഇതോടെ പാലം നിർമ്മാണം അനിശ്ചിതത്വത്തിൽ ആവുകയുമായിരുന്നു. നിരവധി തവണ ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ വാർത്ത വരികയും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നും ജില്ലാ പഞ്ചായത്ത് വീണ്ടും പാലം നിർമ്മാണം നടത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെയായി പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഇതോടെയാണ് പാലം പൊളിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ 6 വർഷമായി നമ്മുടെ പാലം ഇങ്ങനെയാണ് കിടക്കുന്നത്. പാലത്തിന്റെ അവസ്ഥ 2017 നിർമ്മാണം ആരംഭിച്ച പാലമാണ്. 2023 ഈ പാലത്തിന്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കേരളത്തിലെ മനോഹരമായ ഒരു ചിത്രമാണ് കാണുന്നത്. പാലത്തിന്റെ അടിയിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഈ പാലം ഫുള്ള് അശാസ്ത്രീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലത്തിന് ശരിക്കും പറഞ്ഞാൽ ഈ പുഴയ്ക്ക് ഇങ്ങനെയല്ല പാലത്തിന്റെ തൂണുകൾ തന്നെ നിർമ്മിക്കേണ്ടത്. അതായത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ തന്നെ പോരായ്മ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. കാരണം തികച്ചും അശാസ്ത്രീയമായിട്ട് തന്നെയാണ് ഇതിന്റെ പ്ലാനിങ് വരച്ചിരിക്കുന്നത് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ചെറിയ നല്ല ഒഴുക്കുള്ള പുഴയിൽ അടുപ്പിച്ചടുപ്പിച്ച് പില്ലറുകൾ നിർമ്മിച്ചിട്ട് ആണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ വളരെ ഫോറസ്റ്റിൽ നിന്ന് വരുന്ന കർണാടക ഫോറസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇത് നമുക്ക് ഈ പുഴയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനെക്കാട്ടും വെള്ളം മഴക്കാലങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ തൂണുകൾ ഈ പാലത്തിൽ നിർമ്മിച്ചാൽ ശരിക്കും ആ പാലത്തിൽ തൂണിന് എന്തായാലും ബലക്ഷയം വരും. കാരണം എന്ന് പറഞ്ഞാൽ എത്രയോ ടൺ കനമുള്ള മരങ്ങളൊക്കെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് കുറെ കനമുള്ള അത് വന്നിട്ടാണ് നമുക്ക് ആ തൂണ് കാണാൻ സാധിക്കും. തൂണ് ഓൾറെഡി ചെരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അശാസ്ത്രീയമായൊരു പ്ലാനിങ് ആയിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പുഴയ്ക്ക് അനുയോജ്യമായ ഒരു നിർമ്മാണ രീതിയല്ല ഇവിടെ നിർമ്മിച്ചത്. അതായത് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ഫണ്ടിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്ന ഒരു പാലമാണിത്. പക്ഷേ ഇത് എഞ്ചിനീയറിംഗ് വിഭാഗം വലിയൊരു ഫണ്ട് കണ്ടിട്ട് ഒരു 10 തൂണും വെച്ച് ഇത് നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പാലം ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് പാടെ ഇത് അവഗണിച്ചിട്ട് ഇത് ഈ പുഴയ്ക്ക് ഇപ്പോൾ ഇത് ഭീഷണിയാണ്, പുഴയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്, പുഴയുടെ ഒഴുക്കിന് ഇതിന് പാലം വളരെ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് പുഴയുടെ സുഗമമായ ഒഴുക്കിനും ഈ പാലം ഒന്നെങ്കിൽ ഒഴിവാക്കി പുതിയൊരു സ്ട്രക്ചറിൽ പുതിയൊരു പാലം നിർമ്മിക്കാൻ അധികാരികൾ മുൻകൈ എടുക്കണം. അതുപോലെ തന്നെ ഈ പാലം ഈ നിർമ്മാണ രീതി ഉള്ള ഈ പാലം ഈ പുഴയ്ക്ക് അനുയോജ്യമല്ല. ഇത് തീർത്തും നശിപ്പിച്ച് കളഞ്ഞിട്ട് പുതിയൊരു പാലം പണിയണം. അല്ലെങ്കിൽ ഇവിടെ ഒരു പാലം പണിയാതെ ഈ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഈ പുഴയ്ക്ക് അനുയോജ്യമായ ഒരു സന്തുലനാവസ്ഥ സൃഷ്ടിക്കാം. ഇപ്പം പാലമില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. പാലമില്ലാണ്ട് ഞങ്ങൾക്ക് അക്കരെ പോകാൻ പറ്റുകയില്ല. ആ പാലത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടി റെഡിയാക്കി തരണമെന്നാണ്. ഞങ്ങൾക്ക് 2-3 പേരേ ഉള്ളൂ. ബ്ലോക്ക് 3-ലാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. പാലമില്ലാണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ തെങ്ങ് മുറിച്ചിട്ടു, അതെല്ലാം പൊട്ടിപ്പോയി. ഈ വർഷം തെങ്ങ് മുറിക്കാനൊന്നും ആളുമില്ല. ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ. ഇത് എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടെ അതിന് മുൻകൈ എടുത്ത് ഞങ്ങൾക്ക് ആ പാലം റെഡിയാക്കി തരണമെന്ന്. മഴക്കാലം വരുന്നതോടെ പുഴയുടെ ഒഴുക്കിന്റെ ഗതി തന്നെ മാറാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് പൂർത്തീകരിക്കാത്ത പാലം പൊളിച്ചു നീക്കി പുഴയുടെ സുഗമമായ ഒഴുക്കിന് തടസ്സം ഉണ്ടാക്കുന്ന അവസരം ഒഴിവാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ ആറളം പഞ്ചായത്തിലെ അമ്പലക്കണ്ടി ആറള ഫാമിനെ ബന്ധിപ്പിക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതി ഇപ്പോൾ ഏകദേശം 2-3 വർഷമായിട്ട് അതിൻ്റെ യാതൊരു നടപടികളുമില്ലാതെ ഒരുപാട് തവണ കർഷകരുൾപ്പെടെ പ്രതിഷേധിക്കുകയും അതിൻ്റെ എതിരെ ശബ്ദമുയർത്തുകയും ചെയ്തതാണ്. എന്നാൽ നാളിതുവരെ അതിനുള്ള യാതൊരു നടപടിയും പുരോഗമിക്കാത്ത സാഹചര്യമാണുള്ളത്. കാലവർഷം ആസന്നമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ക്ഷീരകർഷകർ ഉൾപ്പെടെ ഈ മേഖലകളിൽ ആറളം ഫാമുമായി ബന്ധപ്പെടുന്നവരെല്ലാം വലിയ ആശങ്കയിലാണ്. മുന്നോട്ട് ഈ പാലത്തിൻ്റെ സ്ഥിതി എന്താകുമെന്നുള്ള വലിയ ആശങ്ക കർഷകരുടെയും ഈ പ്രദേശവാസികളുടെയും ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ വരുന്ന ഒരു 10-20 ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ളവർക്ക് ഫാമുമായി ബന്ധപ്പെടാൻ യാതൊരു തരത്തിലും കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അതിന് ഉള്ളിൽ അടിയന്തരമായിട്ടുള്ള നടപടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 2018 ആരംഭിച്ചതാണ് ഈ പാലത്തിൻ്റെ പ്രവൃത്തി. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാലം പണി പൂർത്തിയാക്കാൻ ഇതുവരെ അധികൃതർക്കായിട്ടില്ല. 2018 പ്രളയത്തിൽ ഈ പാലത്തിന്റെ തൂണുകൾ ഇളകി മാറിയതിനെ തുടർന്ന് പണി അവസാനിപ്പിച്ചു പോയതാണ്
എല്ലാവരും. ഈ പാലം പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുമെന്നുള്ള അധികാരികളുടെ വാക്കുകൾ ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ആറള ഫാം തൊഴിലാളികളും പ്രദേശത്തെ ക്ഷീര കർഷകരുൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു പാലമായിരുന്നു ഇത്. പഴയ തൂക്കുപാലം. ആ തൂക്കുപാലം അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഒരു കോൺക്രീറ്റ് പാലം അമ്പലക്കണ്ടി ആറള ഫാം തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇവിടെ നിർമ്മാണം ആരംഭിച്ചത്. ഇതുവരെയായി അതിന്റെ പണി പൂർത്തീകരിക്കാത്തതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. മാധ്യമങ്ങളിലെല്ലാം ഒരുപാട് വാർത്തകൾ വന്നിട്ടും അധികാരികൾക്ക് മിണ്ടാപ്പാറ നയം സ്വീകരിക്കുകയാണ് ഇവിടെ. അമ്പലക്കണ്ടി പാലത്തിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്,